അപ്പോൾ ഇന്ന് 24-ാം തീയതിയാണ് കേട്ടോ. ഇന്നത്തെ ഫുഡാണിത്. അപ്പോൾ 30 പേർക്കുള്ള ഭക്ഷണത്തിന്റെ പൊതിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർഹരായ ആളുകൾക്ക് നമ്മൾ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഓർഡർ തന്നിട്ട് തന്നെയാണ് ഞാൻ ഈ ഫുഡ് അവരിലേക്ക് എത്തിക്കുന്നത്. തന്നെയാണേ. അപ്പോഴേ ഞാന് പിന്നെ നമ്മുടെ 30 പേർക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ ഈ തലയിൽ കെട്ടെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കണ്ട. ക്യാപ്പ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഫുഡ് വെക്കുമ്പോൾ തലയിൽ ഷോള് കെട്ടിയിട്ടാണ് വെച്ചത്. പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഷോൾ എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഷോള് ഇട്ടു. അപ്പോൾ ഷോളിന് ഷോളായി, ക്യാപ്പിന് ക്യാപ്പും ആയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ ഭക്ഷണം പാക്ക് ചെയ്യാൻ പോവുകയാണ്. കുറേ ദിവസമായല്ലോ ഞാൻ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനൊന്ന് പാക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ വീഡിയോയിലേക്ക്. അങ്ങോട്ട് തന്നെ പോയിക്കോട്ടെ. അച്ചാറ് വെക്കണം. അച്ചാറ് പിന്നെ ഒരു ഉപ്പേരി ഉണ്ട്, അത് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഉപ്പേരി ഇതിൽ വെച്ചു. ഇനി ഒരു ഉപ്പേരി പിന്നെ മത്തനും വെള്ളപ്പയറുമാണ് ഒരു ഉപ്പേരി. ഒന്ന് വന്നിട്ട് ക്യാബേജ് ഉപ്പേരിയാണ്. അപ്പോൾ ക്യാബേജ് ഉപ്പേരിയും അച്ചാറും നമ്മളിതിൽ വെച്ചു. എന്താ അറിയോ, അത് ഇത്തിരി ഇങ്ങനെ ഒഴുകി പോകണം. ഇതാകുമ്പോൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. അതാണ് സമയമായി. വേഗം 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 പാക്ക് ചെയ്താലേ നമുക്കിനി ഒക്കുള്ളൂ. അപ്പം ഞാനേ സിൽവർ കവറിന് നല്ല റേറ്റ് ആയിട്ടുണ്ട്. അപ്പം തൽക്കാലം ഞാൻ ഈ ഒരു കവറിലാണ് പിന്നെ രസം ആക്കണത് കേട്ടോ. അപ്പം ഇനി അതൊരു നെഗറ്റീവായിട്ട് വരുവും വേണ്ട. പിന്നെ നല്ല ചൂടുള്ള കറിയൊക്കെ ഞാൻ സിൽവർ കവറിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതും കൂടെ പറയണം വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ വെക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരാൾക്ക് 80 രൂപയാണ് ഊണ് മാത്രമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഞാൻ മീനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു സമാധാനത്തിന്. അതിന് ഞാൻ സെപ്പറേറ്റ് പൈസയൊന്നും എടുക്കുന്നില്ല. പിന്നെ കുറേ ആളുകളില്ലേ, ഞാൻ പിന്നെ പോകുമ്പോൾ എനിക്ക് വണ്ടിൻ്റെ എക്സ്പെൻസ് എന്താ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ മനസാക്ഷിയുള്ള കുറേ ആളുകളുണ്ട് നമ്മൾക്ക് ചുറ്റുമുള്ളത്. അല്ലാത്ത ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നെഗറ്റീവ് അടിക്കും. അതൊന്നും വിഷയമല്ല എനിക്ക്. കാരണം ഞാൻ കൊണ്ടെത്തിക്കുന്നത് അത്രയും അർഹതപ്പെട്ട ആളുകളിലേക്കാണ് ഞാൻ ഈ ഭക്ഷണം കൊണ്ടെത്തിക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു ദൈവത്തിൻ്റെ ഒരു കൂലി എനിക്കും കിട്ടും. തരുന്ന ഭക്ഷണത്തിന് ഓർഡർ തരുന്ന നിങ്ങൾക്കും അതിൻ്റെ ഒരു കൂലി നിങ്ങൾക്കും കിട്ടും. ഈ ഒരു കരുണയുള്ള ഈ ലോകത്തിനോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ എന്തായാലും 1000 നന്ദി. ഈ ഒരു കച്ചവടം ചെയ്തിട്ട് നീ എങ്ങനെയാണ് നിന്റെ കടങ്ങൾ വീട്ടുക എന്ന് കുറേ ആളുകൾ എന്നോട് പറയുകയും അതുപോലെ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇത്രയൊക്കെ പണി ചെയ്യുന്നുണ്ട്, നീ നല്ല തടിയുണ്ട്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ അങ്ങനെയും നെഗറ്റീവ് അടിക്കുന്നുണ്ട് കേട്ടോ. തടി എന്ന് പറയണതേ ദൈവം തരുന്നതാണ്. നമ്മൾ ചിലപ്പോൾ വേണം വെച്ച് മെലിയൂല്ല, ചിലപ്പോൾ ആവശ്യത്തിന് മെലിയില്ല, അനാവശ്യത്തിന് മെലിയെന്ന് പറയില്ലേ. എന്തോ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, അത്രേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ടാറ്റാ.